ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയ്ക്ക് സർക്കാർ ജോലി കിട്ടി എന്ന് അറിഞ്ഞതോടെ പാർവതിക്കും മുത്തശ്ശിക്കും ശരത്തിനും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശരത്ത് പാർവതിയെ എരിപിരി കയറ്റുകയാണ്. ഒരിക്കലും ദേവികയ്ക്ക് സുധി സാറിൻ്റെ ജോലി കൊടുക്കരുത്, അത് കിട്ടരുത്, അത് അമ്മ എങ്ങനെയെങ്കിലും തട്ടിത്തെറിപ്പിക്കണം, ഒന്നല്ലെങ്കിൽ അത് നിത്യക്കുട്ടിക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നില്ലേ? എന്തിനാണ് അച്ഛൻ അത് ദേവികയുടെ പേരിൽ കൊടുത്തത്? ദേവിക ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരുത്തൻ്റെ ഭാര്യയായി പോവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയണ, അത് ശരിയാണ് ശരത്ത് പറഞ്ഞത്, ഈ മനോഹറിന് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായോ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, എന്തിൻ്റെ പേരിലാണെങ്കിലും പാർവതി നീ ഇതിന് സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പാർവതിയോട് ശരത്ത് പറയാണ്, അതിന് അമ്മ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ ഇവിടെ വന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ അമ്മ പിന്നെ തോറ്റുപോകും, അങ്ങനെയല്ലേ സാധാരണ പതിവ്, ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, അതൊക്കെ ശരത്തെ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇതിന് ഞാൻ വിട്ടുകൊടുക്കില്ല, ഇത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ദേവികയ്ക്ക് ഈ ജോലി കിട്ടില്ല, അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ ശരത്തിന് പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല, എങ്ങനെയെങ്കിലും അവർക്ക് ഈ ജോലി കിട്ടുന്നത് മുടക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ശരത്ത് ആരും കാണാതെ പ്രഭാവതിക്ക് ഫോൺ വിളിക്കാൻ, എന്നിട്ട് പറയാണ്, അമ്മേ ആ ദേവികയ്ക്ക് സുധിയുടെ ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കേട്ടതോടുകൂടി പ്രഭാവതി, എന്ത് ശരത്തെ, അത് ഒരിക്കലും സംഭവിക്കരുത്, അവൾക്ക് ഇപ്പോഴേ നല്ല അഹങ്കാരമാണ്, ഇനിയിപ്പോൾ അവൾക്ക് ഒരു ജോലി കൂടി കിട്ടിയാലേ കുതിരക്ക് കൊമ്പ് മുളച്ചതുപോലെയാവും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ജോലി തടസ്സപ്പെടുത്തണം, അവൾക്ക് ഒരു കാരണവശാലും ഈ ജോലി കിട്ടരുത് എന്ന് പ്രഭാവതി പറയാണ്. നിന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ശരത്തെ ഈ ഒരു കാര്യം, അതുകൊണ്ട് നീ എന്ത് ചെയ്താലും ശരി, നീ എങ്ങനെ ചെയ്താലും ശരി, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവൾക്ക് ആ ജോലി കിട്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി ഫോൺ വെക്കുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് ചന്ദ്രയെ അന്വേഷിച്ച് രണ്ടുപേര് വരികയാണ്. എന്നിട്ട് ചന്ദ്രയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയാണ്, ആരാണ് നിങ്ങൾ, എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾക്ക് ചന്ദ്രയോടാണ് പറയാനുള്ളത്, നിങ്ങളാദ്യം ചന്ദ്രയെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലേക്ക് ആര് വരുന്നു, എന്തിനു വരുന്നു എന്നുള്ളത് എനിക്കറിയണം, ഇപ്പോൾ ചന്ദ്രയെ കാണാൻ വേണ്ടി കൂടെ ഓരോരുത്തരും വരുന്നുണ്ട്, ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നുള്ളത് പറഞ്ഞാലാണ് ചന്ദ്രയെ നിങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അത്രയ്ക്ക് വാശിയാണോ അറിയണമെന്നുള്ളത്? ഞങ്ങൾ നടേശൻ്റെ കൂട്ടുകാരാണ്, നടേശന് ഞങ്ങൾ പലതവണയായിട്ട് ഒരുപാട് തുക കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പലിശയുമില്ല, ഒന്നുമില്ല, ഇപ്പം നടേശൻ അങ്ങ് മരിച്ചുപോയി, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടണ്ടേ, അത് ചന്ദ്രയാണ് തരേണ്ടത് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ഇവർ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. അപ്പോൾ പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള ആ കാര്യം കേട്ടപ്പോൾ പ്രേമയോട് അച്ഛൻ പറയണം, എങ്കിൽ നിങ്ങൾ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര അടുത്തത് എന്ത് പ്ലാൻ ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പ്രേമ വരുന്നത്. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആരോ താഴേക്ക് വന്നിട്ടുണ്ട്, കണ്ടിട്ട് അത്ര സുഖമുള്ളവരൊന്നുമല്ല, കണ്ടാൽ തന്നെ അറിയാം റൗഡികളാണെന്നുള്ളത്, ആരാടി നിന്നെ കാണാൻ വന്നിരിക്കുന്നത്, ഇത് ബന്ധുവാണെന്നും പറഞ്ഞാലൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ, ആരാണെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല, പോയി താഴേക്ക് പോയി നോക്ക് എന്ന് പറയണേ. അങ്ങനെ ചന്ദ്ര താഴേക്ക് വരുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ നീ ഞങ്ങൾക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് തന്നത് മറന്നോ, നിൻ്റെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപയാണ് വാങ്ങിയിട്ടുള്ളത്, ഞങ്ങൾക്ക് അതിൻ്റെ പലിശയുമില്ല മുതലുമില്ല, അതുകൊണ്ട് അത് വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറയുന്നത്, ഞാനെന്തിന് നിങ്ങൾക്ക് പലിശയും തുകയും തരണം, ഞാനല്ലല്ലോ വാങ്ങിച്ചത്, അച്ഛനല്ലേ, അച്ഛൻ്റെ അടുത്ത് വാങ്ങിയത് ഞാനെങ്ങനെ തരാനാണ് എന്ന് പറയുമ്പോൾ, നീ എന്താ ചന്ദ്ര അങ്ങനെ പറയുന്നത്, നിൻ്റെ അച്ഛൻ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരുമ്പോൾ നീയല്ലേ സാക്ഷിയായി ഒപ്പിട്ടത്, അപ്പോൾ പിന്നെ നിൻ്റെ അച്ഛന് എന്തെങ്കിലും പറ്റിയാൽ നീ തന്നെയല്ലേ ഞങ്ങൾക്ക് ആ തുകയും പൈസയും തരേണ്ടത്, അതല്ല നിനക്ക് തുക ഇപ്പോൾ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ തുക വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് പലിശ മുടങ്ങാതെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോൾ, ഇല്ല നിങ്ങൾക്ക് ഞാൻ 1 രൂപ പോലും തരില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, ഞാനല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുള്ളത്, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനുള്ള പൈസയുമില്ല എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ
കേൾക്കുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും പ്രേമയും സിദ്ധുവൊക്കെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവൾ എന്ത് ന്യായമാണ് ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അവർക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അവർ പറയണേ, ഞങ്ങൾ നിൻ്റെ കയ്യിൽ നിന്ന് തുകയും വാങ്ങും പലിശയും വാങ്ങും, പലിശയുടെ പലിശയും വാങ്ങും. ഞങ്ങൾക്കതിനറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നീ എന്തായാലും പുറത്തിറങ്ങുമല്ലോ. ഇവിടെ ഇപ്പോൾ നിന്നെ സംരക്ഷിക്കാൻ ഇവിടെയുള്ളവരെല്ലാവരുമുണ്ട്. പക്ഷേ നീ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ നിന്നെ പിടിച്ചോളാം എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ ഇതൊരു ചന്തയൊന്നുമല്ല. ഇവിടേക്ക് ഇനി മേലിൽ ഇങ്ങനെയുള്ള ആളുകൾ കയറി വരാനും പാടില്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോ. ഇവിടെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, നിങ്ങൾ ഈ നിൽക്കുന്നവളുടെ ഭർത്താവല്ലേ, അപ്പോൾ നിങ്ങൾക്കും തരാലോ പൈസ, നിങ്ങൾ തന്നാലും മതി എന്ന് പറയുമ്പോഴും സിദ്ധു പറയണേ, ഞാൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയുകയുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളും. ഇനി മേലിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരരുത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് സിദ്ധു. നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ പുറത്ത് വെച്ച് സംസാരിക്കണം, അല്ലാതെ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു ദേഷ്യപ്പെട്ടിട്ട് അവരെ ഇറക്കി വിടുന്നത്. അങ്ങനെ അവർ കുറച്ച് മോശമായിട്ടാണ്, ദേഷ്യത്തിലാണ് അവരും സംസാരിക്കുന്നത്. ഇവിടെ നിന്നെ സംരക്ഷിക്കാൻ ഇപ്പോൾ ആളുണ്ടാവും, പക്ഷേ നീ പുറത്തിറങ്ങുമല്ലോ, അപ്പം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ സിദ്ധു ചന്ദ്രയോട് പറയണേ, അല്ല നിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ അച്ഛൻ ഒരുപാട് കടങ്ങളൊക്കെ എവിടേക്കാണ് അവ വരുത്തി വെച്ചിരിക്കുന്നത്? അതൊക്കെ ഇവിടെ വന്ന് സംസാരിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? നീ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്നോടാണ് പറയുന്നത്, ഇനി മേലിൽ അങ്ങനെയുള്ള ഒരാളും ഈ വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രയോട് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര, ഇല്ല ഇനി ആരും ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രയും പോകുന്നത്. അങ്ങനെ ചന്ദ്രയ്ക്ക് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ പണക്കാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാണക്കേട് വരുത്തി വെച്ചതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് ചന്ദ്ര നിൽക്കുന്നത്. പിന്നീട് മനോഹരം സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ദേവികയ്ക്ക് ഈ ജോലി കിട്ടിയ കാര്യം പറയാണ്. സർക്കാർ ജോലി ദേവികയ്ക്ക്, സുധിയുടെ ജോലി ദേവികയ്ക്ക് കിട്ടിയെന്നുള്ള കാര്യം കേട്ടപ്പോൾ, ആ ഒരു വാർത്ത കേട്ടപ്പോൾ സിദ്ധുവിന് നല്ല സന്തോഷമാവാണ്ട് എല്ലാവിധ ആശംസകളും ദേവികയ്ക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു ഫോൺ വെക്കുന്നത്. അങ്ങനെ സിദ്ധു ഈ സന്തോഷ വാർത്ത രംഗനോടും പ്രേമയോടും സിദ്ധുവിൻ്റെ അച്ഛനോടും പറയാണ്. അത് കേട്ടും കൊണ്ടാണ് ചന്ദ്ര വരുന്നത്. അങ്ങനെ ദേവികയ്ക്ക് സർക്കാർ ജോലി കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമാവാണ്. ഇത്ര പെട്ടെന്ന് തന്നെ ദേവികയ്ക്ക് ഈ ജോലി കിട്ടിയത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും കിട്ടില്ല, ഒരുപാട് കാലതാമസം എടുക്കുന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പ്രേമയ്ക്ക് ഇങ്ങനെ കുറ്റബോധം വരികയാണ്. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയുള്ള അവസ്ഥ വന്നത്. ദേവികയുടെ ഗുണം ഞാൻ മനസ്സിലാക്കാതെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഈ ദുഷ്ടയായ ചന്ദ്രയ്ക്ക് വേണ്ടി അവളോടൊപ്പം എന്തെല്ലാമാണ് ഞാൻ കാണിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിലോ ഇത് കേട്ടപ്പോൾ ഒട്ടും അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചന്ദ്ര ശരത്തിനെ വിളിക്കുകയാണ്. അല്ല, എന്താണ് ദേവികയ്ക്ക് ജോലി കിട്ടി എന്നൊക്കെ കേൾക്കുന്നു, ഇത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ സത്യം തന്നെയാണ് ചന്ദ്ര മേഡം. എങ്കിൽ ശരത്, ഈ ജോലി ഒരിക്കലും ദേവികയ്ക്ക് കിട്ടരുത്. ഇനി അത് എന്ത് വില കൊടുത്താലും ശരി, ആ ജോലി മുടക്കണം. അവൾക്കത് കിട്ടരുത്. അവൾക്കത് കിട്ടിയാലേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശരത്തിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ശരത്തിന് പിന്നെ ഒരാൾ കൂടി ശരത്തിൻ്റെ കൂടെ ഇതിന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ശരത്ത് ഇനി അടുത്ത അടവെടുക്കാൻ പോവുകയാണ് ദേവികയ്ക്ക് ഈ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർവതി മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മനോഹരനോട് പറയുന്നത് കുറച്ച് ദേഷ്യത്തിൽ, മുത്തശ്ശിയും കൂടെ ഉണ്ട്, അല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവികയ്ക്ക് മനോഹരേട്ടൻ ഈ ജോലി ആക്കി കൊടുത്തത്? ഇത് പറ്റില്ല. നമ്മുടെ മോളെ പോലും ഇപ്പോൾ ആലോചിച്ചില്ലല്ലോ മനോഹരേട്ടൻ എന്ന് പറയണം. അപ്പോൾ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ദേവിക മോൾക്ക് തന്നെയാണ് ഈ ജോലി കിട്ടാൻ അർഹതയുള്ളത്. എന്ത് അർഹതയാണ് ദേവികയ്ക്കുള്ളത് എന്ന് ചോദിപ്പോൾ, നമ്മുടെ മോൻ്റെ ഭാര്യയാണ്, നമ്മുടെ ഒരു അടയാളം മാത്രം മതി ദേവികയ്ക്ക് ഈ ജോലി കിട്ടാൻ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, ഇല്ല ഒരിക്കലും ഞാൻ ഈ ജോലി ദേവികയ്ക്ക് കിട്ടാൻ സമ്മതിക്കില്ല. അപ്പം മുത്തശ്ശി പറയണേ, അതിനേക്കാളും കൂടുതൽ അർഹത പാർവതിക്കാണ് മനോഹര. എന്ത് വകയിൽ പാർവതിക്ക് ഇനി ഒരു മോനെ കിട്ടില്ല? ദേവികയ്ക്ക് അങ്ങനെയല്ലല്ലോ, ദേവികയ്ക്ക് ഇനിയും ഒരു ഭർത്താവിനെ കിട്ടുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടുതലൊന്നും സംസാരിക്കേണ്ട, എനിക്കറിയാം, ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെയാണ് നടക്കും, നിങ്ങളിതിൽ വെറുതെ തലയിടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മനോഹരം പാർവതിയോടും മുത്തശ്ശിയോടും ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ ദേവികയ്ക്ക് തന്നെയാണ് ഇനി ഈ ജോലി കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അവൾ
കാണിക്കുന്ന അഹങ്കാരമൊക്കെ കാണേണ്ടി വരുമല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് മുത്തശ്ശി വേദനയോട് കൂടിയിട്ടാണ് അകത്ത് പോകുന്നത്. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇല്ല, ഒരു കാരണവശാലും ഈ ജോലി ദേവികയ്ക്ക് കിട്ടില്ല, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കള്ളനെ പോലെ ശരത്ത് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയണ, അമ്മേ, ഈ ജോലി ഒരിക്കലും ദേവികയ്ക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് നാളെ തന്നെ ഓഫീസിൽ പോയിട്ട് ഞാനും അമ്മയും കൂടി പോയി അവിടെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. സുധി സാറിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് ഈ കംപ്ലൈൻറ്റ് ഒരിക്കലും സർക്കാരിന് തള്ളിക്കളയാനും കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ ദേവികയ്ക്ക് ഈ ജോലിയും കിട്ടില്ല എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ഇനി ശരത്തും പാർവതിയും കൂടി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ദേവിക മനോഹരൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ ഓഫീസിലേക്ക് പോവുകയാണ്, കമ്പനിയിലേക്ക് പോവുകയാണ് ഇനി ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനോഹരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണുന്ന പാർവതിക്കും മുത്തശ്ശിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ദേവികയും മനോഹരനും പോവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മുത്തശ്ശിയും പാർവതിയും കൂടി അഭിനയിച്ചുകൊണ്ട് മുത്തശ്ശി പെട്ടെന്ന് നെഞ്ചുവേദന അങ്ങ് അഭിനയിക്കുക കേട്ടോ. ഒപ്പം തന്നെ നിത്യകുട്ടിയും ഉണ്ട്. അങ്ങനെ നെഞ്ചുവേദന അഭിനയിച്ചു, അയ്യോ ഞാനിപ്പോൾ ചത്തുപോവേ, എനിക്ക് വല്ലാത്ത നെഞ്ചുവേദനിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ദേവികയും മനോഹരനും അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ദേവിക മുത്തശ്ശി ഒരു കുഴപ്പവുമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറയണം. അപ്പോൾ മനോഹരനോട് ഒരു ഓട്ടോ വിളിക്കുക എന്ന് പറയണം. അങ്ങനെ മനോഹരൻ ഒരു ഓട്ടോക്ക് വിളിക്കുക കേട്ടോ. എന്നിട്ട് നിത്യയും മുത്തശ്ശിയും ദേവികയും മനോഹരനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ഓട്ടോയിൽ പോകുന്ന ആ സമയത്താണ് അവിടേക്ക് ശരത്ത് വരുന്നത്. അങ്ങനെ ശരത്തും പാർവതിയും കൂടി നേരെ ഓഫീസിലേക്കും പോവും. എന്നിട്ട് അവിടെ പോയി കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുക്കും ദേവികയ്ക്ക് ആ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ഹോസ്പിറ്റലിലെത്തിയ ദേവികയും മനോഹരനും നിത്യയും മുത്തശ്ശിയും കൂടി ഹോസ്പിറ്റലിലെത്തിയിട്ട് അവരെ പരിശോധനയും കാര്യം നടത്തുമ്പോൾ നിത്യ പറയണേ, ചേച്ചിയും ഏട്ടത്തിയും അച്ഛനും കൂടിയിട്ട് ഓഫീസിലേക്ക് പോയിക്കോ, ഇന്ന് അവിടെ ചെല്ലേണ്ട ദിവസമല്ലേ എന്ന് പറഞ്ഞ് മനോഹരനും ദേവികയും കൂടി നേരെ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. അവിടെ ചെന്ന ശേഷമാണ് ഇനി അക്കാര്യം അറിയുന്നത്. ദേവികയ്ക്ക് ഇപ്പോൾ തൽക്കാലം ഈ ജോലിയിൽ കയറാൻ കഴിയില്ല, കാരണം സുധിയുടെ അമ്മയാണ് കംപ്ലൈൻറ്റ് തന്നിട്ടുള്ളത് എന്ന് കേട്ടതോടുകൂടി മനോഹരനും ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഇനി വീട്ടിലെത്തിയ ശേഷം ഒരു പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. മനോഹരൻ പാർവതിയെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. അങ്ങനെ മനോഹരൻ പാർവതിയോട് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ദേവികയ്ക്ക് തൽക്കാലം ശരത്തും പാർവതിയും ചന്ദ്രയൊക്കെ ഉദ്ദേശിച്ചതുപോലെ ആ ജോലിയിൽ കയറാൻ കഴിയുന്നില്ല.